ഹെഡ്സെറ്റ് വെച്ച് ക്ലിപ്പാണ് കേട്ടോക്ക്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി. ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കണതൊക്കെ. എല്ലാം റെഡിയല്ലേ? റെഡിയാണ് സാർ. നേരെ മെഡിക്കലിൽ കൊണ്ടുപോവാ. അവിടെ നേരെ മേജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക്. റിമാൻഡ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തേക്ക്. ജയിലിലെ മീൽ ടൈം കഴിഞ്ഞാണോ? ഓക്കെ സാർ. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല. അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. പക്ഷെ ഇപ്പൊ ഇവിടെ ചിലര് ഇതിനകത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ലിങ്ക് ഒക്കെ ഇട്ടുണ്ട്. അത് ശരിയില്ല, അത് നടക്കൂല ഇവിടെ. അപ്പൊ എന്താന്ന് വേണ്ട വെച്ചാൽ അത് ഇട്ടോര് അത് ഡിലീറ്റ് ചെയ്യാണ് നല്ലത്. എന്നാലും ഈ മാവോയിസ്റ്റുകളുടെ ലൈംഗിക പരിപാടി എങ്ങനെയുണ്ടെന്ന് നൈസായിട്ടൊന്ന് ചോദിച്ചിട്ട് വരാം. അവന്മാർക്ക് ഈ വെടിവെപ്പ് മാത്രമുള്ളതെന്ന് അറിയണ്ടേ? പുള്ളിയുടെ റൂമിലെത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൽക്കഹോളിക് പേഴ്സൺ ആണ്. എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫിറ്റാ. എന്താ സംഭവം? നല്ല A ക്ലാസ് പാങ്ക്. ആവശ്യം അറിയിച്ചു, ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡായിട്ട് കാണണം. എന്താണ് പതിവില്ലാത്ത ഒരു ബോഡി ഷോ ഒക്കെ? പതിവില്ലാണ്ടല്ലടാ, മേലെ അസകലം ഒരു കുളിര് കോരിയിട്ട പോലെ തോന്നുന്നു. എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. എന്ത് ഭീകരന്മാരാന്ന് ആലോചിച്ചോക്കെ. അവൻ്റെയൊക്കെ മനസ്സിലെ ട്രിപ്പാണ് എഴുത്തുകാരൻ്റെ. മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ. വരുന്നു. അല്ല, എന്താ എല്ലാരോടും ഈ നേരത്ത്? ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. രാമനുണ്ണി മദ്യപിച്ച ലക്ക് കേട്ട് ഒരു CDP പ്രവർത്തകന്റെ നേരെ തൂക്കി ചൂണ്ടിയെന്ന്. സർ, 2 ദിവസത്തെ കുറ്റാന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ താങ്കളുടെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ താങ്കളുടെ പ്രതികരണം? പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. സുന്ദരം ഞാനും